സെമ്മ എന്ന് പറഞ്ഞൊരു തമിഴ് വേർഡാണ്. നമ്മുടെ തീം തന്നെ തമിഴ് ഒരു തീമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു തമിഴ് ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ തമിഴ് കൾച്ചറൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതാണ്. സോ സെമ്മ എന്നുള്ള പേരിൻ്റെ അർത്ഥം അടിപൊളി. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ഒറ്റമുറി കട. അപ്പൊ അമ്മയ്ക്കും മക്കൾക്കും ഒരു തീം തോന്നുന്നു, നമുക്കതൊരു ചെറിയ കടയാക്കി മാറ്റിക്കൂടെ, അമ്മയുടെ കൈപുണ്യം നാട്ടിലേക്ക് എത്തിച്ചൂടെ. അങ്ങനെ അമ്മയും 2 പെൺകുട്ടികളും ചേർന്ന് ചെറിയൊരു കൊച്ചു കട തുടങ്ങുന്നു. പ്രധാന ഐറ്റം ഇഡ്ഡലി. തട്ട ഇഡ്ഡലിയുണ്ട്, ഗീപ്പൊടി തട്ട ഇഡ്ഡലി എന്ന് പറയും. പിന്നെ കറിവേപ്പില പൊടിയുണ്ട്, പിന്നെ മസാല ഇഡ്ഡലിയുണ്ട്, ബട്ടൺ സാമ്പാർ ഇഡ്ഡലിയുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വെറൈറ്റി ഇഡ്ഡലികൾ. ഈ കാണുന്നതാണ് ബട്ടൺ ഇഡ്ഡലി. ഇതിൽ നമ്മൾ സാമ്പാർ ഡിപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ബട്ടൺ സാമ്പാറിൽ വരുന്നത് 12 മിനി ഇഡ്ഡലീസാണ് ബട്ടൺ സാമ്പാറിൽ വരുന്നത്. ഒരു പൊടിയുണ്ട്, കാരപ്പൊടി എന്ന് പറഞ്ഞിട്ട്, അതും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വരുന്നത് മസാല ഇഡ്ഡലിയാണ്. മസാല ഇഡ്ഡലിയിൽ 3 പീസാണ് മസാല ഇഡ്ഡലിയിൽ വരുന്നത്. അത് വിത്ത് ചട്നി ആൻഡ് സാമ്പാർ. നമുക്ക് തട്ട ഇഡ്ഡലി വരുന്നുണ്ട്, ഇങ്ങനെയായിരിക്കും തട്ട ഇഡ്ഡലി. അതിൽ 2 വെറൈറ്റി പൊടിയാണ് വരുന്നത്. ഒന്ന് കറിവേപ്പില പൊടിയും ഒന്ന് ഗീ പൊടി ഇഡ്ഡലിയും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ നോർമൽ ഇഡ്ഡലിയും വരും. മസാല ഇഡ്ഡലി സൂപ്പർ സാധനമാണ്. കരിവേപ്പില അതും സ്മാർട്ട് സാധനം. ഇത് പാൽ കൊഴുക്കട്ടയാണ്. കൊഴുക്കട്ടയിൽ തേങ്ങാപ്പാലും മിക്സ് ചെയ്തുള്ള കുറച്ച് സ്വീറ്റ് ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഇവിടെ പൊതുവെ ഇഡ്ഡലിയാണ് കൂടുതൽ ഫേവറേറ്റ് ഒക്കെ വരുന്നത്. ഇഡ്ഡലി ആകുമ്പോൾ ബേസിക്കലി നമ്മൾ ഈ സ്റ്റീംഡ് ഫുഡാണല്ലോ. അപ്പോൾ കമ്പാരിറ്റീവ്ലി മറ്റ് ഫുഡിനെ വെച്ച് നോക്കുമ്പം ഹെൽത്തി ആണ്. ഈ ദോശയൊക്കെ ആകുമ്പം ഗീ വരും, അതിൽ ഓയിൽ വരും. സോ അപ്പം സ്റ്റീം ഫുഡ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു സംഭവത്തിലാണ്. പിന്നെ കുക്കിംഗ് ആയാലും ഇഡ്ഡലി കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് മറ്റ് ദോശയൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഞാനും ഹസ്ബൻഡും സിസ്റ്ററും കൂടെയാണ് ഇത് പ്ലാൻ ചെയ്തത്. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, അപ്പോൾ അതെന്തുകൊണ്ട് കുറച്ച് പേരിലും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു. അത് വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 2-3 ഐറ്റം നമ്മൾ പറഞ്ഞു. ഒന്ന് ഇത് കറിവേപ്പില പൊടി ഇഡ്ഡലി, അതുപോലെ തന്നെ ഗീപ്പൊടി തട്ട ഇഡ്ഡലി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഐറ്റം പാൽ കൊഴുക്കട്ട. ഇത് കണ്ടപ്പോൾ ഒരു കൊതി കഴിക്കാൻ പാൽ കൊഴുക്കട്ട. ഈ തേങ്ങാപ്പാലിലാണ് സാധനം മേക്ക് ചെയ്യുന്നത്. നല്ല ചൂടാട്ടോ. നൈസ്, കൊള്ളാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ, നല്ല പൂ പോലത്തെ ഇഡ്ഡലി. ആഹാ, വായിടുമ്പോൾ ഞാൻ അലിഞ്ഞു പോകും. ചമ്മന്തി ആയാലും സാമ്പാറായാലും ഈ വൈറ്റ് ചമ്മന്തിയോ റെഡ് ചമ്മന്തി എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ കേട്ടോ. ഇത് ബ്രാഹ്മിൻസ് ഫുഡാണ് ഈ പനിയാര. കാരണം അവർ വൈകുന്നേരങ്ങളിൽ ചായക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നൊരു ഐറ്റം. അപ്പം ഞാൻ എല്ലാം കൂടെ കഴിച്ചിട്ട് വിട്ടേക്കും. അല്ല, ഒരു കാര്യം പറയാൻ മറന്നു, ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ. അതായത് അട്ടക്കുളങ്ങരയിൽ നിന്ന് കിള്ളിപ്പാലത്തേക്ക് വരുമ്പം കല്യാൺ ഹോസ്പിറ്റൽ റോഡുണ്ട്. ആ റോഡ് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡ് കാണാം സെമ്മ ഇഡ്ഡലി. പോട്ടെ, വീണ്ടും കാണാം. ബൈ.